ഇന്ന് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ ഒടുവിൽ അതിസാഹസികമായി പോലീസ് പിടികൂടുകയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഗോവിന്ദചാമി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സുരക്ഷാ വീഴ്ചയും മറ്റലംഭാവം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗോവിന്ദചാമിയെ ജയിൽ മാറ്റിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ 1:15 ശേഷമാണ്, അതായത് അതിൽ സമയത്തിൽ ഒരു കൃത്യത വരേണ്ടതുണ്ട് എങ്കിലും പുലർച്ചെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. സെല്ലിന്റെ കമ്പി വളച്ച് അത് മുറിച്ചു മാറ്റിക്കൊണ്ട് വടം കെട്ടിയ മതിൽ ചാടി പുറത്തേക്ക് കിടക്കുകയായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ നാട്ടുകാരിൽ നിന്നടക്കം ലഭിച്ച നിർണായക വിവരങ്ങളിൽ നിന്നാണ് പോലീസിന് ഗോവിന്ദചാമിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. സമീപത്തുള്ള കെട്ടിടത്തിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിന് ഉള്ളിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. അതിന് പിന്നാലെ തന്നെ സുരക്ഷാ വീഴ്ചയടക്കം കാണിച്ചുകൊണ്ട് 4 ജയിൽ ഉദ്യോഗസ്ഥരെയടക്കം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടും ക്രിമിനലായ ഗോവിന്ദചാമിയെ ഒടുവിൽ പിടികൂടിയിരിക്കുകയാണ്. പുലർച്ചെ 1:15 ജയിൽ ചാടിയത്. ഇയാളെ പിന്നീട് 10 മണിക്കൂറിന് ശേഷമായിരുന്നു തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പോലീസ് സംഘം അതിസാഹസികമായി തന്നെ പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞത്. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിന്റെ ഗ്രില്ല് അറുത്തുമാറ്റിയ ശേഷം ഏതാണ്ട് 7.5 മീറ്ററോളം ഉയരമുള്ള മതിലിൽ തുണി കെട്ടിയായിരുന്നു ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഗോവിന്ദചാമിയെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഇപ്പോൾ ഗോവിന്ദചാമി എവിടെയാണ് ഉള്ളത്? ഗോവിന്ദചാമിയെ ജയിൽ മാറ്റിയേക്കുമെന്ന വിവരങ്ങൾ കൂടിയുണ്ടോ? ദിവ്യ, ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ളിലാണ് ഇപ്പോൾ ഗോവിന്ദചാമി ഉള്ളത്. അവിടെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ ചോദിച്ചതുപോലെ ഒരു പക്ഷേ സെൽമാറ്റം സംബന്ധിച്ച് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ കേസിൽ, അതായത് ജയിൽ ചാടിയ കേസിൽ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ പിടിയിലായിട്ടുള്ളത്. ഇതിലാണ് ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ കോടതിയിൽ ഹാജരാക്കി ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ബാക്കി ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ കോടതിയായിരിക്കും ഈ ജയിൽ മാറ്റം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഏതായാലും ഇപ്പോഴും ഇവരെ ഈ ഗോവിന്ദചാമി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തുടരുകയാണ്. അവിടെ വെച്ച് ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ വലിയ രീതിയിൽ ആൾക്കൂട്ടം, അതായത് ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ സുരക്ഷാ വീഴ്ച സംഭവിക്കാതിരിക്കുക എന്നുള്ളതിന് ഒരു മുൻകരുതൽ എന്ന നിലക്കാണ് അവിടെ നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റിയത്. ഇവിടെ വെച്ചും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജയിൽ ചാട്ടം സംബന്ധിച്ച് എങ്ങനെയാണ് ജയിൽ ചാടിയത്, പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് ഒരു അനുമാനത്തിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ജയിൽ ചാടിയത് സംബന്ധിച്ചുള്ള പോലീസിന് ഇയാളുടെ പക്കൽ നിന്നും പിടികൂടിയ സമയത്ത് ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 20 ദിവസം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ചാട്ടമെന്നും ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ ഈ ജയിൽ അധികൃതർക്ക് കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. 20 ദിവസത്തോളം നീണ്ട ഒരു ആലോചന ആ കാര്യത്തിൽ ഉണ്ടായി. ഈ ജയിൽ ചാട്ടം സംബന്ധിച്ച് അയാൾ നേരത്തെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ജയിൽ ചാടിയത്. അതുകൊണ്ട് തന്നെ ജയിൽ അധികൃതർ ഈ സമയത്തൊക്കെ തന്നെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇയാളെ 20 ദിവസത്തോളം നീണ്ട ഒരു ആസൂത്രണം, അതിനൊടുവിൽ ചപ്പാത്തി മാത്രം കഴിച്ച് ഈ ശരീരം മെലിയാനുള്ള ഒരു ശ്രമം ഇയാൾ നടത്തി. അങ്ങനെ എണ്ണം കുറച്ചതിന് ശേഷം ഈ ഒരു സെല്ലിന്റെ ഒരു കമ്പി മാത്രമാണ് മുറിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സെല്ലിന്റെ ഒരു കമ്പി മുറിച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വസ്ത്രങ്ങൾ ഇയാൾ നേരത്തെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതിൽ, ഈ സുരക്ഷാ മതിൽ ചാടിക്കടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനോട് അതുപോലെ മറ്റ് നടപടികളോടുമൊക്കെ ഗോവിന്ദചാമി സഹകരിക്കുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ, അതായത് അതിനടുത്ത് തന്നെയുള്ള പോലീസ് ട്രെയിനിങ് സെന്ററിലാണ് ഇയാളെ എത്തിച്ചത്. അതിനുശേഷം അവിടെ നിന്നും പുറത്തിറക്കുന്ന സമയത്ത് ഇയാൾ ദേഹാസ്വാസ്ഥ്യം കാണിച്ചു. അതൊരു പക്ഷേ അഭിനയമായിരിക്കാം എന്നുള്ളതാണ്
മനസ്സിലാക്കുന്നത്. കാരണം അവിടെ നിന്നും പിന്നീട് പോലീസ് പൊക്കിയെടുത്തുകൊണ്ടാണ് ഇയാളെ ജീപ്പിൽ കയറ്റിയത്. ജീപ്പിനുള്ളിൽ വെച്ച് ഇയാൾ മറ്റൊന്നും തന്നെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സൂചനകളൊന്നും തന്നെ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അതൊരു അഭിനയമായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ജില്ലാ ആശുപത്രിയിൽ വെച്ച് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായി. അവർ സ്വാഭാവിക പ്രതികരണം, കാരണം ഈ രീതിയിൽ മനസ്സാക്ഷി ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരാളാണ്. ആ നിലയ്ക്ക് ജനങ്ങൾ ഇയാളുടെ അടുക്കിലേക്ക് പാഞ്ഞെടുക്കുകയും ചില ദേഹോപദ്രവം ഏൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് പിന്നീട് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയത്. ഒരു പക്ഷേ ഇനിയും ഒരുപക്ഷെ ദേഹോപദ്രവം ഏൽക്കുക അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ അത് പോലീസിന്റെ സുരക്ഷാ ഭീഷണി ആയിട്ടായിരിക്കും ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് തന്നെ പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് എത്തിച്ചത്. ഈ കണ്ണൂർ ടൗൺ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ എത്തിച്ച് അവിടെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ദീർഘനേരം ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് പിന്നീട് തൊട്ടടുത്ത് തന്നെയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഇയാളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ അതിനുള്ളിൽ വെച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ആൾക്കൂട്ടമൊന്നും തന്നെയില്ല, പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സ്ഥലത്തുള്ളത്.